മാസം 1,00,000 രൂപ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ നാട്ടിൽ നല്ല ഡിമാൻഡായിട്ടുള്ള എന്നാൽ ഒരൊറ്റ മെഷീൻ വെച്ചുകൊണ്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ വളരെ ചെറിയ സ്പേസിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ക്രബ്ബറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാലോ, നമ്മുടെ വീടുകളിലും അതേപോലെ തന്നെ ഹോട്ടലുകളിലും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഇതുപോലെ വാഷിംഗ് റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും നിർബന്ധമായിട്ടും എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റീൽ സ്ക്രബ്ബർ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞത് അറിയിക്കേണ്ട അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു സംഭവമാണ്. നല്ല ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്നാൽ നമ്മൾ പല ആളുകളും പല ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ വരാറില്ല. പക്ഷേ ഇതൊരു ചെറിയ ബിസിനസ് അല്ല. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ വളരെ കോമ്പറ്റീഷൻ കുറവുള്ളൊരു ബിസിനസ്സാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നല്ല രീതിയിൽ മാനുഫാക്ചറിങ് നടക്കുന്നതും അതേപോലെ തന്നെ അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് പോലും ഇതിന് അത്രയും കോമ്പറ്റീഷൻ ഇല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തുടങ്ങുക? വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയും. മാത്രമല്ല കുറഞ്ഞ സ്പേസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ടോ നമുക്ക് തുടങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നും സൗകര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള നമ്മളെ ഏറ്റവും ചെറിയ ഒരു 200-300 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തുടങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടാം. അപ്പോൾ ഇതിൽ വളരെ ടെൻഷനൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ് കൂടിയാണ്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3,00,000 രൂപ മുതൽ 6,00,000 രൂപ വരെ ഒരു എസ്റ്റിമേറ്റ് കിട്ടാം. നമ്മൾ കറക്റ്റ് അല്ല പറയുന്നത്, ഇപ്പോഴത്തേക്ക് മെഷീനറീസ് റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പല രീതിയിലും ഡിഫറൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു സെമി ഓട്ടോമാറ്റിക് ലെവലിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3,00,000 രൂപ മുതൽ നമുക്ക് മിനിമം ഒരു 3,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 6,00,000 രൂപ വരെയുള്ള എമൗണ്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതല്ല നമ്മൾ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് നമുക്ക് മാനുവൽ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു യൂണിറ്റാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 5,00,000 രൂപ മുതൽ 10,00,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാലോ, ഒരൊറ്റ മെഷീനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ ആവശ്യമായിട്ട് വരുന്നൊരു മെഷീൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരുപാട് മെഷീൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്റ്റീൽ സ്ക്രബ്ബർ മേക്കിംഗ് മെഷീൻ മാത്രം നമുക്ക് മതി. പിന്നെ നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പാക്കിംഗ് മെഷീനും അതേപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയ് മെഷീനും അതേപോലെ തന്നെ അതിനെ സീൽ ചെയ്യാനുള്ള സീലിംഗ് മെഷീൻ. ഇത് ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ ആകെ ഇതിൻ്റെ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റീൽ സ്ക്രബ്ബർ മെഷീൻ മാത്രമാണ് നമ്മൾക്ക് ബൈ ചെയ്യാനുള്ളത്. കുറച്ച് പൈസ വരുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ അത് സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആ ഒരു എമൗണ്ട് കുറയും. അതല്ല ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കൂടും. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലേബേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്കെല്ലാം മെഷീൻ തന്നെ ചെയ്തു തരും. വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സും കൂടിയാട്ടോ. പിന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റീലിൻ്റെ വയറാണ്. ഓക്കെ, അത് SS410 SS430. ഓക്കെ, പിന്നെ പാക്കിംഗ് കവറുകൾ, അതേപോലെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേരുകളുള്ള ലാബിളും അതേപോലെ തന്നെ ബ്രാൻഡ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ആകെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഈ ഒരു 3 ഐറ്റംസാണ്. ഒന്ന് പാക്ക് ചെയ്യാനുള്ള ആ ഒരു പാക്കിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ എന്താണോ നമ്മൾ സ്ക്രബ്ബറിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സംഭവം, അത് അതിൻ്റെ ഒരു സ്റ്റീൽ വയറാണ്. അപ്പോൾ അത് നമ്മൾക്ക് ബൾക്കായിട്ട് നമ്മുടെ ഹോൾസെയിൽ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഒരേ ഒരാൾക്ക് നിന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിൻ്റെ പ്രോസസ്സിങ് രീതി എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, സ്റ്റീൽ വയർ മെഷീനിൽ ഫീഡ് ചെയ്യുക, അതേപോലെ തന്നെ ആ സ്ക്രബ്ബർ ഷേപ്പാക്കി എടുക്കുക, വെയിറ്റ് ചെക്ക് ചെയ്യുക, പാക്ക് ചെയ്യുക,
സാധനം സെല്ല് ചെയ്യുക. ഇത്ര മാത്രമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സിങ് രീതികളാണ് ഈ സംഭവം. ഇനി ഈ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഏതൊരാൾക്കും സംശയമുള്ള സംഭവമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എവിടേക്കാണ് വിൽക്കുക, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ, ആരാണ് ഇതിൻ്റെ ബയേഴ്സ് എന്നുള്ളത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പല പ്രൊഡക്റ്റുകളുടെയും ഒരു സംശയമാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് എവിടെ കൊണ്ട് വിൽക്കും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സംശയം പല ആളുകളിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് നമ്മൾക്കറിയാം, ഇത് നമ്മൾ ആരോട് ചോദിക്കേണ്ട കാര്യമില്ല, നമ്മൾ ആരോട് പറയേണ്ട കാര്യമില്ല. എവിടേക്കാണോ സ്റ്റീൽ സ്ക്രബ്ബറുകൾ അവൈലബിൾ ആയിട്ട് നമുക്കറിയാലോ, ഏതൊക്കെ കടയിൽ കിട്ടും അവിടെയൊക്കെ നമ്മൾക്ക് ഇത് കൊണ്ടു കൊടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാം, ഫാൻസി സ്റ്റേഷനറി ഷോപ്പുകളിൽ അവൈലബിൾ ആണ്, കിച്ചൺ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഹോട്ടലുകൾ, കാറ്ററിംഗ് യൂണിറ്റ്സുകൾ ഒക്കെ അവിടെയൊക്കെ ബൾക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഒക്കെ, പിന്നെ ഓൺലൈനിൽ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സംഭവത്തിൽ വിൽക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബൾക്ക് ഓർഡറുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് എത്രയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളതാണ്. 15 ഗ്രാം മുതൽ 20 ഗ്രാം വരെയുള്ള സ്ക്രബ്ബർ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ 2 രൂപ മുതൽ 4 രൂപ വരെയാണ്. ഓക്കെ, വിപണിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സ്കെയിലിൽ നമുക്കിപ്പോൾ വളരെ ചെറിയ സ്കെയിലിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനും കഴിയും. ഒരു 5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്കിത് സെറ്റ് ചെയ്യണം എന്നുണ്ടെന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊരു പ്ലാന്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സ്ക്രബ്ബർ മേക്കിംഗ് മെഷീനിന് നമുക്ക് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരും. ഏകദേശം 2.5 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയൊക്കെ ആയിട്ട് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു വെയ് മെഷീൻ ഒരു 5000 രൂപ, അതേപോലെ ഒരു സീലിംഗ് മെഷീന് ഒരു 10000 രൂപ, റാക്ക്, ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10-25,000 രൂപ അങ്ങനെ വരും. റോ മെറ്റീരിയലിന് ആദ്യ സ്റ്റോക്കായിട്ട് ഒരു 70,000 മുതൽ 1 ലക്ഷം രൂപ വരെ അങ്ങനെയും വരും. ഓക്കെ, പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് എന്ന് പറഞ്ഞതിൽ ഉദ്യോഗ രജിസ്ട്രേഷൻ എടുക്കുക, GST ആവശ്യമാണെങ്കിൽ എടുത്താൽ മതി, നമുക്ക് നിർബന്ധമല്ല. കാരണം അത് ഒരു 18-20 ലക്ഷം രൂപയുടെ മുകളിലേക്ക് പോയി ബിസിനസ് വളരും. ആനുവൽ റിട്ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് GST എടുത്താൽ മതി. അതേപോലെ ലോക്കൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ലൈസൻസ് എടുക്കാം. ഇപ്പോൾ പഞ്ചായത്ത് പരിധിയിലാണ് പഞ്ചായത്ത് ലൈസൻസ് എടുക്കാം, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ഏതാണോ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്ന പരിധി, ആ പരിധിയിലുള്ള അതിൻ്റെ ലൈസൻസ് എടുക്കുക. ഏകദേശം ഒരു മാസത്തെ നമ്മൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒരു സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റോ മെറ്റീരിയൽസിന് ഒരു 80,000 വരും, ഒരു സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15,000 രൂപ വരും, ഒരു വൈദ്യുതി ഇലക്ട്രിക്കൽ ബില്ലൊക്കെ ആയിട്ട് ഒരു 10,000 രൂപ വരും. അതുപോലെ പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് 10,000 രൂപ, ഏകദേശം ഒരു ലക്ഷം രൂപ ഏകദേശം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് മാസം വരും. അതേപോലെ തന്നെ നമുക്ക് ദിവസം ഒരു 1000 മുതൽ 2000 സ്ക്രബ്ബർ നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപക്ക് മുകളിൽ ഓക്കെ വിൽപ്പന നടക്കും. ഏകദേശം ലാഭം എന്ന് പറയുന്നത് നമുക്ക് 1 ലക്ഷം രൂപക്ക് മുകളിൽ നമുക്ക് ലാഭമാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന, മാസം 1 ലക്ഷത്തിന് മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരൊറ്റ സ്റ്റാഫിനെ വെച്ച് ഒരു മെഷീനെ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് സ്റ്റീൽ സ്ക്രബ്ബർ മേക്കിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ പുതിയ ബിസിനസ് തേടി നടക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ.